ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാനൊരു വ്ളോഗാണ് ഇടാൻ പോകുന്നത്. ഒത്തിരി പേര് വ്ളോഗിന് വേണ്ടി കാത്തിരിക്കുകയാണെന്ന് എനിക്കറിയാം. ഈ വീഡിയോ ഞാൻ ഒത്തിരി നാളെ മുമ്പിട്ടേ എടുത്തു വെച്ചതാണ്. എനിക്ക് പക്ഷേ ഇടാൻ സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് ഇടാഞ്ഞത്. ഇതിൽ ഞാൻ ഡിമാർട്ടിലേത് ഞാൻ ഈ അന്ന് കാണിക്കുന്ന വീഡിയോയിൽ അല്ല എടുത്തത്. ഡിമാർട്ടിൽ ഞാൻ ഒരു സൺഡേയിൽ പോയതാ. അതുപോലെ ബെൻസിയുടെ അവിടുത്തെയും കുറേ നാളുകൾ മുമ്പിട്ട് ഞാൻ അവിടെ പോയ വീഡിയോ കാണിക്കുന്നത്. അത് രണ്ടും ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇത് കാണണം. കണ്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്ത് തെറ്റുണ്ടെങ്കിലും നിങ്ങളത് പറഞ്ഞ് മനസ്സിലാക്കുക. ഇനി നമുക്ക് വ്ളോഗിലോട്ട് കടക്കാം. ഇതിപ്പം മോൻ ഇന്ന് ഹാഫ് ഡേ ആ. അന്നേരം അവന് ടിഫിനായിട്ടൊന്ന് കൊണ്ടുപോണ്ട വെള്ളം ജസ്റ്റ് വണ്ടിയിലിരുന്നൊന്ന് കഴിക്കാനായിട്ട്. ഇത് നമ്മുടെ മിക്സർ പോലൊക്കെ മിക്സറല്ല, കടലമാവും കൊണ്ടുണ്ടാക്കിയ വേറെ ഇതാ. ഇതൊരു മധുരമൊന്നുമല്ല. അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് ഉള്ളിയും കൂടെ ചേർത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അവന് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ ഉള്ളി അതിൻ്റെ അകത്ത് മിക്സ് ചെയ്ത് കഴിക്കാൻ. പിന്നെ അതിനൊരു സ്പൂണൂടെ ടിഷ്യൂ പേപ്പറിൽ പോയതും കൊടുക്കാം. ഇപ്പം രാവിലെ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് വെച്ച് കഴിച്ചിട്ട് പോകും. പിന്നെ ബസ്സിൽ വെറുതെ ടൈം പാസിന് വേണ്ടി ഇത് കൊണ്ടുപോകുന്നതാണ്. ഉച്ചക്കത്തേക്ക് എനിക്ക് ഇന്ന് എളുപ്പം എല്ലാം ചെയ്യണം. കാരണം അതിനുശേഷം ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോകണം. ഞാൻ ഇന്നലെ പോയാണ് അവർ സോണോഗ്രാഫി എടുക്കാൻ പറഞ്ഞു. ഇന്ന് ആ റിപ്പോർട്ട് കാണിക്കാൻ പോവുക. വേറൊന്നുമല്ല, വയറിനൊരു വേദന. അത് കുറച്ച് നാളായി അതൊന്ന് കാണിക്കാൻ പോയതാ. ഇപ്പം ഞാൻ തോരൻ വെക്കുന്ന ഈ തോരൻ്റെ മിക്സ് വെജിറ്റബിൾ തോരൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് ബീൻസും കാബേജും ക്യാരറ്റും എടുത്ത് അത് നന്നായി അരിഞ്ഞതിന് ശേഷം അതിലൊരു സവാള, കുറച്ച് തേങ്ങ, കുറച്ച് 1-2 പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ നന്നായി ഉപ്പും മഞ്ഞളും ഇട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ കുറച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് കറിവേപ്പില ഇട്ട് ആ ഉള്ളി ഒന്ന് വഴട്ടണം. അതൊന്ന് ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ഈ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന വെജിറ്റബിൾ ഇട്ട് കൊടുക്കുക. ആ പാത്രം വേണമെങ്കിൽ ഒന്ന് ജസ്റ്റ് കഴുകി കുറച്ച് വെള്ളം ഒഴിക്കുക. അല്ലാതെ വെള്ളം ഒഴിക്കരുത്, കാരണം കാബേജിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങും. എന്നിട്ട് ഇത് നന്നായി മിക്സ് ചെയ്ത് ഇതൊന്നിങ്ങനെ ഒതുക്കി വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ഇതൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്താൽ മതി. വീണ്ടും അതിങ്ങനെ അടച്ച് വെച്ച് നമുക്ക് ഒന്ന് വേവിക്കാം. ഇപ്പം ഇത് വെന്തോന്നൊന്ന് നോക്കാം. ഇപ്പം ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിനുള്ള വെള്ളമൊക്കെ തുറന്നിട്ട് ഇങ്ങനെ കൊത്തി ഒന്ന് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. അന്നേരം ആ വെള്ളം എല്ലാം ആയിക്കോളും. ഇപ്പം തോരൻ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇന്നലെ രാത്രിയിലെ മീൻകറി വെച്ചതാ. അതിപ്പോൾ ഞാൻ തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. ഇതിപ്പം ഞങ്ങൾ ഡോക്ടറെ കണ്ട് സോണോഗ്രാഫിയുടെ റിപ്പോർട്ടൊക്കെ കാണിച്ച് വന്നു. ഇപ്പോഴത് സമാധാനം. സത്യം പറഞ്ഞ ഒരു ടെൻഷൻ എന്തുവാന്നുള്ളത്. അവർ പറഞ്ഞു ഗ്യാസിൻ്റെ പ്രോബ്ലം. അങ്ങനെ 2-3 മാസത്തേക്കിന് എനിക്ക് ഗ്യാസിൻ്റെ ഗുളിക എടുക്കാൻ പറഞ്ഞു. വയറ് കാലിയായിട്ടിരിക്കരുതെന്നും പറഞ്ഞു. ഇത് ഇനിയിപ്പം ഞങ്ങൾ വീട്ടിലോട്ട് പോവുക. ഇത് ഹോസ്പിറ്റലിൻ്റെ വെളിയിൽ കാണുന്ന സീനറിയാ. കുറച്ചു നേരം ഞാനൊന്ന് എടുത്തതാ. അതിൻ്റെ നേരെ കാണുന്നത് ഇത് ആയുർവേദിക് മെഡിസിൻ്റെ സെൻ്ററാണ്. അത് അവിടെ ആയുർവേദിക് മെഡിസിനുകളൊക്കെ കിട്ടും, നല്ല തേനൊക്കെ കിട്ടും. ഇപ്പം ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്തെടുത്തത് ആക്റ്റീവയിലാണ് വന്നത്. ഇതിപ്പം ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന വഴിക്ക് ഈ മീൻ തലയെ വെച്ചോണ്ട് ചരുവത്തി വെച്ചോണ്ട് ആൾക്കാർ പോകും. അവരുടെ കയ്യിൽ നിന്ന് ഇപ്പം ഒരു 12 മണിയൊക്കെ കഴിഞ്ഞ്. അതുകൊണ്ട് ഒത്തിരി ഫ്രഷൊന്നും അല്ല. 4 ചൂര വാങ്ങിച്ചു. 200 രൂപയ്ക്ക് ഇത് കിട്ടി. രാവിലെ ഫ്രഷോടെ വാങ്ങിക്കുകയാണെങ്കിൽ ഇത്രയും വില കുറച്ച് കിട്ടത്തില്ല. അതും വാങ്ങിച്ചുകൊണ്ട് വന്നു ഞങ്ങൾ. അതിന് ഞാനങ്ങ് ഫ്രിഡ്ജിലങ്ങ് വെക്കാൻ പോവാം. അത് കഴിഞ്ഞ് നാളെയോ മറ്റന്നാളെങ്ങാണോ എടുക്കുന്നുള്ളൂ. കുറച്ച് കറുത്ത ഗ്രേപ്സ് വാങ്ങിച്ചാൽ ഞാൻ എന്നും ചെയ്ത പോലെ ഉപ്പ് വെള്ളത്തിൽ ഇട്ട് വെക്കുക. ഇതൊരു 10-15 മിനിറ്റ് ഇങ്ങനെ വെള്ളത്തിൽ കിടക്കട്ടെ. ഇപ്പൊ ഒരു 10-15 മിനിറ്റ് കഴിഞ്ഞ് ഞാനിത് കഴുകി എടുക്കുക. ആ ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഞാൻ ഒന്നുകൂടെ ഒരു അല്ലാത്ത വെള്ളത്തിൽ കഴുകും. എന്നിട്ടാ വെള്ളം വാലാൻ വെക്കുന്നത്. ഇതിന് വെള്ളം വാന്നിട്ട് ഞാൻ എടുത്ത് അതിന്റെ ഫ്രൂട്ട് പാത്രത്തിൽ ഇടും.
ഇപ്പൊ ഉച്ചക്കത്തൊക്കെ എൻ്റെ ജോലി ഹോസ്പിറ്റലിൽ കൊണ്ടിട്ടെല്ലാം തീർന്നത് കൊണ്ട് കുറച്ച് സമയമുണ്ട്. അന്നേരം ഞാൻ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യാന്ന് വെച്ച്. ഈ ഞാൻ പറഞ്ഞില്ലേ, ഈ ഫസ്റ്റ് ഫ്ലോർ ആയതുകൊണ്ട് എപ്പോഴും 1-2 ദിവസം കൂടുമ്പം തുടച്ചില്ലെങ്കിൽ മൊത്തം പൊടിയാ. അത്രയ്ക്ക് പൊടിയാ അടിച്ചിങ്ങോട്ട് കയറുന്നത്. പോൾമോൻ നേരത്തെ വന്ന് അവന് ഞാൻ ആഹാരമൊക്കെ കൊടുത്തു. ഡോക്ടർ പറഞ്ഞത് എൻ്റെ അടുത്ത് കാലുവയറാണ്. ഞാൻ എന്നിട്ടും കഴിച്ചില്ല. ഇപ്പം സമയം ഇത്രയായി. ചിലപ്പോൾ പ്രൈസമോനും വന്നു കഴിഞ്ഞ് ഊതുകൂടിയൊക്കെ കഴിഞ്ഞായിരിക്കും ചിലപ്പോൾ കഴിക്കുന്നത്. ചിലപ്പോൾ അതിന് മുമ്പിട്ട് കഴിക്കും. ചില ദിവസങ്ങളിൽ വിശപ്പ് വരത്തില്ല. ഇതിപ്പോൾ ഞാൻ ഈ വയറെല്ലാം ഊരി ഇതെല്ലാം ഒന്ന് നന്നായി ക്ലീൻ ചെയ്ത്. എൻ്റെ ഇവിടെ ഇരിക്കുന്ന ഈ ലാപ്ടോപ്പ് കേടായി. അതുകൊണ്ട് ഞാനത് ഇങ്ങനെ തുണി വെച്ചിട്ട് അതിൻ്റെ മുകളിലാണ് ഇതൊക്കെ വെക്കുന്നത്. അത് ഞാൻ ശരിയാക്കി എടുക്കണം. പിന്നെ ഇപ്പം മറ്റേതുള്ളത് റേച്ചാൻ്റെ അതിലാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പം ഇവിടുത്തെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് ഇനി ഞാൻ ആ ഹോളിലൂടെ ഇത്തിരി ഫ്രണ്ട് റൂമിലൂടെ ഉണ്ട് ഈ സ്പീക്കറൊക്കെ ഇരിക്കുന്നിടം. അതുകൂടെ ഒന്ന് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് രണ്ടും സമാധാനമാവും. ഇത്തിരി കണ്ട അവിടെ എല്ലാം നല്ല പൊടിയാ. 2 ദിവസം കൂടി ഇരുന്നാൽ മതി, മൊത്തം പൊടിയാ. എനിക്ക് പൊടി അടിച്ചു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അലർജി ഉണ്ടാവും. ഇതും പെട്ടെന്ന് തുടച്ചു കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ് അങ്ങ് കഴിഞ്ഞ് ഈ 2 എണ്ണം. മഗ് 79 രൂപ. ഈ മഗ് 89. ഈ വലിയ മഗ് 199. പറയാൻ കേട്ട് പൊട്ടിക്കല്ലേ. ഒരെണ്ണം എടുത്തോ, എനിക്ക് വെച്ചോടാ. हैंडमेड पॉटरी छोटा वाला दिखा, छोटे छोटे ഇത് 5 കണ്ടെയ്നറാ 399. ഇത് 3 പീസ് 119. ഇത് 5 പീസ് ഉണ്ട്, വലുതും ചെറുതുമായിട്ട് 399. ഇത് ഗ്ലാസ് മിൽക്ക് ബോട്ടിലാ. ഞാനിപ്പോൾ അന്ന് നേരത്തെ ഞാൻ വാങ്ങിച്ച റിയൽ ഇത് വേണ്ട ഈ റിയൽ ടീഫിൻ്റെ 999 ആയിരുന്നു അന്ന് വാങ്ങിച്ചത്. ഇപ്പം അത് വില കൂടി, ഇപ്പോൾ 1100 രൂപയാണ്. അപ്പം ഇതെനിക്കിപ്പം നാട്ടിൽ കൊടുത്തു വിടാനാ. ഒരെണ്ണം കൂടെ ഞാൻ എടുക്കുക. इसका हैंडल का सब एक है, वही चेक कर लेता है.
ഇതിപ്പോ ഇന്നലെ ഞങ്ങള് സൺഡേ ആയിരുന്നു. സൺഡേയിലെ അവധി കിട്ടുന്നതുകൊണ്ട് വെളിയിലൊക്കെ പോയി ഡിമാർട്ടിലാണേലും അങ്ങനെ വെജിറ്റബിൾ ഒക്കെ ആണെങ്കിലും അങ്ങനെ വാങ്ങിക്കുന്നത്. ഇതിനു മുമ്പിട്ടുള്ള സൺഡേ പോയി വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിച്ചു. ഇന്നിപ്പം ഡിമാർട്ടിൽ പോകണമായിരുന്നു. സൺഡേ ഒരിക്കലും ഡിമാർട്ടിൽ പോകുന്നത് നല്ലതല്ലെന്നാണ് എനിക്ക് തോന്നാം. പക്ഷെ അന്ന് ഞങ്ങൾക്ക് അവധിയുള്ളൂ. സമാധാനത്തിൽ നമുക്ക് ഒന്നും നോക്കിയെടുക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് റഷാ. നമ്മുടെ ഈ കിച്ചൺ ഇങ്ങനെയുള്ള ഈ സാധനങ്ങൾ ഉള്ളിടത്ത് ഫസ്റ്റ് ഫ്ലോറിലാണ് ഭയങ്കര ആള്. പക്ഷെ സെക്കൻഡ് ഫ്ലോറിൽ ഈ ഡ്രസ്സുകളൊക്കെ ഉള്ളിടത്ത്, പാത്രങ്ങള്, ഡ്രസ്സുകൾ, അവിടെ അത്ര റഷില്ല. ഈ താഴെ ആണെങ്കിൽ ഭയങ്കര റഷാ. കാരണം നമുക്ക് നോക്കി ഒന്നും എടുക്കാത്തില്ല, കിട്ടുന്നത് വാരി എടുത്തോണ്ട് വരാനേ ഒക്കത്തുള്ളൂ. അത്രയ്ക്ക് ആളാ. നിന്ന് അങ്ങോട്ട് ട്രോളി കൊണ്ട് പോകാനൊക്കത്തില്ല. പിള്ളേരെ കൊണ്ട് പോയാൽ പിന്നെ പറയവേ വേണ്ട. എൻ്റെ ദൈവമേ, ഞാൻ കുറച്ച് വാങ്ങിച്ചത് ഈ രജ്മ വാങ്ങിച്ചു. ഈ രജ്മ ഇവിടെ കറി വെച്ച പോൾമോൻ ഭയങ്കര ഇഷ്ടമാണ്. രജ്മ വെക്കുന്നതിൻ്റെ അന്ന് അവന് ബസ്മതി റൈസും അങ്ങനെയുള്ള റൈസ് വേണം. ചപ്പാത്തിക്കും അവന് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പച്ച കപ്പലണ്ടി, ഇത് ഇടയ്ക്ക് വൈകിട്ട് ചായയുടെ കൂടെ ഒക്കെ വറക്കുവോ എങ്ങനെയാലും ചെയ്യും. പിന്നെ ഇത് നമ്മുടെ നാട്ടിലത്തെ കൂട്ടുള്ള ചുവന്ന പയറല്ല. എനിക്ക് ആ നാട്ടിലത്തെ ചുമന്ന പയർ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ബദാം വാങ്ങിച്ചു. ഇത് പക്ഷെ ഇച്ചിരി കവർ ഇത്തിരി പൊട്ടിപ്പോയോണ്ട് അവര് ഒരു കവർ ഇട്ടന്നെ. ഇത് ചുമന്ന കടലയാ. ബില്ലടയ്ക്കാൻ വന്നപ്പോഴാണ് ഇച്ചിരി ഒന്ന് പൊട്ടിപ്പോയെന്ന് അറിഞ്ഞത്. പിന്നെ തിരിച്ചു പോകാൻ നമുക്ക് സ്ഥലമില്ല. പിന്നെ ചെറുപയർ 1 കിലോ വാങ്ങിച്ച്, ഉഴുന്ന് 1 കിലോ, അവില് 1 കിലോ. ഇത് സാബുദാണ. ഈ സാബുദാണയുടെ കിച്ചടി ഞാൻ ഉണ്ടാക്കി. എനിക്ക് ഹസ്ബൻഡ് ഭയങ്കര ഇഷ്ടമാണ്. പോൾമോൻ കഴിക്കത്തില്ല. എനിക്ക് ഈയിടെ എൻ്റെ ഒരു അമ്മാമ്മയുടെ മോള്, അവള് കാനഡയില, അവള് ചോദിച്ചിട്ടുണ്ട് ഇതിന്റെ റെസിപ്പി ഒന്ന് ഇട്ട് കൊടുക്കണം. ഇത് വലിയ പയറാ. ഇതും തോരൻ വെക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പോൾമോനും ഇഷ്ടമാണ്, എല്ലാവർക്കും ഇഷ്ടമാണ്. പിന്നെ ഓയിൽ വാങ്ങിച്ചു. പിന്നെ റെഡ് ലേബൽ ടീയും വാങ്ങിച്ചു. ടാറ്റ അഗ്നിയുടെ ടീം വാങ്ങിച്ചു. ഇത് ഇവന്മാരാരാണ്ട് എടുത്തിട്ടതാ പസ്ത. പിന്നെ ജീരകം. ഇനി ഇത് സേവ്, ഇതും പാസ്തായ. പിന്നെ വാങ്ങിച്ചത് അമൂൽ ഫ്രഷ് ക്രീമും മോസറല്ല ചീസും. പിന്നെ ഈ റൂമിൽ വെക്കാനൊക്കെ എയർ ഫ്രഷർ വാങ്ങിച്ചു. ഇതെനിക്കൊന്ന് ഉണ്ടാക്കണമെന്ന് വെച്ചിട്ട് ഒത്തിരി നാളായി. പക്ഷെ ഈ എസൻഷൻ ഓയിൽ നമുക്ക് വേണം. അത് ഞാൻ ഡിമാർട്ടിൽ തിരക്കിയിട്ടും കിട്ടിയില്ല, വേറെ മെഡിക്കൽ സ്റ്റോറിൽ തിരക്കിയിട്ടും കിട്ടിയില്ല. അതിലിങ്ങനെ ഇരിക്കുക. പിന്നെ മെയിൻ പോയത് പോൾമോന് വീട്ടിലിടാൻ ഇത് വേണമായിരുന്നു, അത് വാങ്ങിക്കാനാ പോയത്. നല്ല കോട്ടന്റെയാ. അത് 3 എണ്ണം വാങ്ങിച്ചു. ഈ സൺഡേ ഞാൻ ഈ കാണിക്കുന്ന വീഡിയോ ഞാൻ വ്ളോഗിലിടുമ്പോഴേ ഇങ്ങനെയുള്ള വെജിറ്റബിളിന്റെ ഒക്കെ അത് ഞാൻ അന്ന് എടുക്കുന്നതായിരിക്കത്തില്ല. കാരണം ഞാൻ ഈ കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന അന്നത്തെ വീഡിയോയുടെ കൂടെ ചിലപ്പോൾ ആഡ് ചെയ്യുന്നതായിരിക്കും. ഇതേ സൺഡേയിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു അവധി ദിവസം കിട്ടും. ഇതിപ്പോ എല്ലാം കൂടെ ഞാൻ ഇങ്ങനെ ഒരു സഞ്ചിയിലോട്ട് ഇട്ട് വെക്കുക. സമയം പോലല്ല, ഇനി എടുത്ത് അതാത് സ്ഥാനത്ത് വെക്കണം. ഇതിപ്പം ഞങ്ങള് ഈ വീഡിയോ നേരത്തെ എടുത്ത വീഡിയോയാ. ഞങ്ങൾ ബെൻസിയുടെ അവിടെ വന്നപ്പോൾ അത് ഇതിന്റെ താഴെ ചെയ്യുക. അവരുടെ വീട്ടിൽ 3 ദിവസത്തെ പ്രാർത്ഥന ഉണ്ടായിരുന്നു. വ്യാഴം, വെള്ളി, ശനി. ഞങ്ങൾ അവസാന ദിവസം പോയത് ശനിയാഴ്ച. ഞങ്ങളിപ്പോൾ എത്തിയോണ്ട് ഉച്ച കഴിഞ്ഞു. ഉച്ചയ്ക്ക് എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് പിള്ളേർ ഞാനും ബെൻസി അകത്തെ മുറിയിൽ, ഞങ്ങൾ രണ്ടുകൂടെ കിട്ടിയ പിന്നെ ഞങ്ങൾക്ക് പിന്നെ യൂട്യൂബിലെ കാര്യവും അതും എല്ലാവരുടെയും കമന്റ്സിന്റെ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ കാര്യം പറഞ്ഞിരുന്നു. ഇടയ്ക്ക് വന്ന് നോക്കിയോണ്ട് ഇവിടെ എല്ലാവരും ഹോളി കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഇവിടെ നല്ല ഉറക്കം. ഈ പിള്ളേർ ഉച്ചയ്ക്ക് ഉറങ്ങുന്നതല്ല, പപ്പായ അങ്ങനെ പകല് കിട്ടാറില്ലല്ലേ. പപ്പായുടെ കൂടെ കിടന്ന് 2 പേരും ഉറങ്ങി. ഇപ്പം വൈകുന്നേരമായി, 5:30 ഇനിയിപ്പോൾ പ്രേയർ തുടങ്ങാൻ പോവാ. ഇനിയിപ്പോൾ എല്ലാവരും എണ്ണിപ്പിക്കണം. ജോസ് ഇവിടെ പരിപാടിയായി. ഇനി പായൊക്കെ ഇടണം. ഇപ്പം 6 മണിയാകുമ്പോഴത്തേന് പ്രാർത്ഥന തുടങ്ങും. ഇന്ന് പ്രാർത്ഥന കഴിഞ്ഞ് ബിരിയാണിയാണ് ഞങ്ങൾ ഓർഡർ ചെയ്തേക്കുന്നത്. ഒരു മലയാളിയാണ് ഉണ്ടാക്കുന്നത്. ആ ബിരിയാണി നല്ല ബിരിയാണിയാണ് ഇവിടുത്തെ. എനിക്കിഷ്ടമാണ് ഇവിടുത്തെ ബിരിയാണിയും ഫ്രൈഡ് റൈസും എനിക്കിഷ്ടമായിരുന്നു.
ഇതിപ്പം ബിരിയാണി കൊണ്ടുവരുമ്പം വെക്കാനായിട്ട് ഞങ്ങൾ എല്ലാവരും ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചതാ. ആ ബിരിയാണിയുടെ കൂടെ അവർ പപ്പടം തരും, പ്ലേറ്റ് തരും, അച്ചാർ തരും, പിന്നെ ഇച്ചിരി ചിക്കൻ കറി എക്സ്ട്രാ ഗ്രേവി ആയിട്ട് നമുക്ക് തരും. കിലോ 700-750 രൂപ എങ്ങാണ്ട. അതിൻ്റെ കൂടെ സലാഡും തരും. നല്ല സൂപ്പർ ഇത്. അങ്ങനെ ആരും അത്രയൊന്നും കൊടുക്കത്തില്ലായിരുന്നു. ഞങ്ങളുടെ ഇവിടെ ഒന്നും അങ്ങനെ അത്രയൊന്നും ഇല്ല. ഇതിപ്പോൾ പ്രെയറൊക്കെ കഴിഞ്ഞ് എല്ലാവർക്കും ഫുഡ് കൊടുക്കുക. എല്ലാവർക്കും പ്ലേറ്റിൽ കൊടുത്തു. ഇനി എക്സ്ട്രാ കൊടുക്കാനായിട്ട് പ്ലേറ്റിലോട്ട് അന്ന് ബ്രദർ ഉണ്ടായിരുന്നു, ബ്രദർ വിളമ്പുക. പിന്നെ കൊച്ചുങ്ങളൊക്കെ ഇരുന്ന് കഴിക്കാൻ അവിടെ അകത്തിരുന്ന് മുറി കഴിക്കുന്നുണ്ട്. उसका भी लिया. मेरा ना उसका लो. ഫോണ് കഴിച്ചിട്ടില്ല. സെർവന്റ് ഇതിപ്പം വിളമ്പാൻ നിന്ന പിള്ളേരും ആ ഹെൽപ്പിനൊക്കെ നിന്ന പിള്ളേരെല്ലാം കൂടെ അവസാനം കഴിക്കുക. ഞാനും ബെൻസിയും ജോസും കഴിച്ചിട്ടില്ല. ഇപ്പം ബ്രദറും ഞാനും ബെൻസിയും ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് ഒത്തിരി ഇതായപ്പോഴത്ത് സന്ധ്യക്കൊക്കെ ഞങ്ങൾ ഒത്തിരി കഴിഞ്ഞാൽ കിടന്നത്. ഒത്തിരി ഒരു ഹാപ്പി ആയിരുന്നു. ഇപ്പം എല്ലാവരും കഴിച്ചു കഴിഞ്ഞ് ഉച്ചക്കത്തെ ഫുഡ് ആണുങ്ങളെല്ലാം ഫ്രണ്ടിൽ വന്നിട്ടുണ്ട്. ഞങ്ങൾ അകത്താ കിടക്കുന്നത്. इंक्रीमेंट पक्का है क्या पूछ इंक्रीमेंट मिलेगा क्या पूछना बॉस को देने जोर से. രാത്രി എല്ലാവരുടെ ഫുഡൊക്കെ കഴിഞ്ഞ് ഇവിടെ ജെയിംസ് കമ്പാർട്ട്മെന്റ് എല്ലാവരും ഇവിടെ പിടിച്ചു നിരത്തിയിട്ടേക്കുവാ. ഞാൻ ഈ ബിരിയാണിയുടെയൊക്കെ നടക്കണമെന്ന് പറഞ്ഞിരുന്നേ. എനിക്ക് സമയം ഇതെടുക്കില്ല എന്റെ പൊന്നു ചൂടാൻ. റേഷമ്മോനും ഇവിടെ കിടക്കുന്നത്. ഞാനും ബെൻസിയ അകത്ത്. നിങ്ങൾക്ക് കിടക്കാൻ സ്ഥലമില്ല പിന്നെ എങ്ങനെയാ സന്തോഷത്തില്ല അല്ല ഗിഫ്റ്റ് വന്നത് പറഞ്ഞല്ലേ ഇങ്ങനൊക്കെ കിട്ടുന്ന സമയമല്ല കാണാം അമ്മയുടെ ജീവി അണിക്കുള്ളൂ. ചുരിദാറിന്റെ തുമ്പെ പിടിച്ചോണ്ടിരുന്നോളൂ. രണ്ടുപേരുടെ ഷെയർ ചെയ്യുവാന്നോ? ഇന്നത്തെ വ്ളോഗിലെ വിശേഷങ്ങൾ ഇതൊക്കെയാ. നിങ്ങൾ എല്ലാവരും കാണണം, അഭിപ്രായം അറിയിക്കുക. എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്.